യോയാക്കീം ചോദിച്ചു. കുർബാനയില്, സുറിയാനി കുർബാനയില് ഉണ്ടല്ലോ, നമ്മുടെ റോമൻ കാത്തലിക്സിന്റെ കുർബാനയില് ബ്രെഡ് ആൻഡ് വൈൻ എടുത്ത് മാറ്റി സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ദിസ് ഇസ് മൈ ബോഡി ആൻഡ് ദിസ് ഇസ് മൈ ബ്ലഡ്. അപ്പൊ ബോഡിയും ബ്ലഡും സെപ്പറേറ്റഡ് ആകുമ്പോ അവിടെ ഒരു മരണം സംഭവിക്കുന്നുണ്ടോ യേശുവിന്റെ? അതെ, പറഞ്ഞോളൂ, എന്താ ചോദ്യം? അപ്പൊ അത് കഴിഞ്ഞ് അപ്പൊ അവിടെ മരണം സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, മോണ്ടി തേഴ്സ്ഡേയിൽ മരണം സംഭവിക്കുന്നുണ്ടോ? അത് കഴിഞ്ഞ് ഫ്രൈഡേയിൽ കുരിശിൽ മരിക്കുന്നുണ്ടല്ലോ. ഇവിടെ ബ്ലഡ് ആൻഡ് വൈൻ സെപ്പറേറ്റ് അല്ല, ബോഡി ആൻഡ് ബ്ലഡ് സെപ്പറേറ്റ് ചെയ്തില്ലേ? ഓ, കർത്താവ് കൊടുത്ത നിങ്ങള് കുർബാനയിലെ കാര്യമാണോ യേശു ക്രിസ്തു മാളികമുറി ചെയ്ത കാര്യം? കുർബാനയിൽ യേശു ക്രിസ്തു ചെയ്തത്, മോണ്ടി തേഴ്സ്ഡേയിൽ യേശു ക്രിസ്തു ചെയ്ത കാര്യം, ദിസ് ഈസ് മൈ ബ്ലഡ്. അതാ ഞാൻ ചോദിച്ചത്, നമ്മൾ ഇന്നത്തെ കുർബാനയുടെ കാര്യമാണോ ഒറിജിനൽ യേശു ചെയ്ത കാര്യമാണോ ചോദിക്കുന്നേ? യേശു ചെയ്ത് തന്നെ, യേശു ഞങ്ങൾ ഇപ്പോഴും ചെയ്യുന്നത്. രണ്ട് കാര്യമല്ലേ? ഇന്നത്തെ കുർബാനയെ പറ്റിയാണോ ചോദ്യം, ആ ബൈബിളിലെ സംഭവത്തെ പറ്റിയാണോ ചോദ്യം എന്നാ ഞാൻ ചോദിച്ചേ. ഇന്നത്തെ കുർബാന ഇപ്പൊ നമ്മള് അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുർബാന. അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുർബാനയിൽ എന്താണ്? ഇതെന്റെ ശരീരമാവുന്നു. അതെ, ശരീരമാകുന്നു, ഇതെന്റെ രക്തമാവുന്നു. അപ്പൊ അവിടെ സെപ്പറേഷൻ ആയില്ലേ? ശരീരത്തിൽ രക്തം മാറിപ്പോയില്ല, അപ്പൊ ഒരു മരണം സംഭവിക്കുന്നില്ലേ അവിടെ? മരണം സംഭവിച്ചു. മരണത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല. യേശു മരിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? അത് കുരിശിലെ മരണമാണോ അതോ ഈ മോണ്ടി തേഴ്സ്ഡേയിൽ മരണം സംഭവിക്കുന്നുണ്ടോ എന്നാ ചോദ്യം. എന്താണ് ഗുഡ് ഫ്രൈഡേയിലെ മരണം നടക്കുന്നുണ്ട്. ഓക്കെ. ആ ഫിസിക്കലായിട്ട് മരണം നടക്കുന്നതിന് മുമ്പ് തന്നെ കുർബാന സ്ഥാപിച്ചല്ലോ. ഇല്ലില്ല. അവിടെ ഈ രക്തരഹിതമായിട്ടാണ് ക്രൈസ്തവരുടെ ബലി സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മരണത്തിന് മുമ്പ് അത് സ്ഥാപിച്ചത്. ഇന്നും അത് രക്തരഹിതമാണ്. നമ്മുടെ വിശുദ്ധ കുർബാന രക്തരഹിതമാണ്. രക്തരഹിത ബലി എന്ന് തന്നെ സുറിയാനി തക്സായിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് രക്തം എന്ന് പറയുന്നത് അത് വിശ്വാസത്തിലാണ് പറയുന്നത്, അല്ലാതെ നമ്മളതിനെ കുറിച്ച് ചോര കൊണ്ട് ഒഴിക്കുകയല്ലോ. അല്ല. പിന്നെ ഈ സുറിയാനി സഭയൊക്കെ ഈ രക്തവും മാംസവും രണ്ടായിട്ടല്ല വിശ്വാസികൾക്ക് കൊടുക്കുന്നത്, ഒന്നിച്ചാണ്. കാരണം കർത്താവ് മരിച്ചെങ്കിലും അവൻ തിരികെ ജീവനെ പ്രാപിച്ചു എന്നതിനെ അടയാളപ്പെടുത്തി വിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ ഈ വീഞ്ഞും ഈ അപ്പത്തിൽ പുരട്ടിയിട്ട് മുക്കിയിട്ട് കൊടുക്കുന്നു. കത്തോലിക്ക സഭയിലും അങ്ങനെയാണ്. പക്ഷെ പലയിടത്തും ചിലയിടത്ത് ഓസ്തി മാത്രമാണ് കൊടുക്കുന്നത്. പക്ഷെ ഇപ്പൊ അത് പിന്നെ കഴിഞ്ഞ 4 വർഷമായിട്ട് പലയിടത്തും മാറ്റം വരുന്നുണ്ട്. അടുത്ത് തന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. കാരണം നമ്മൾ അതേപ്പറ്റി വലിയ വിമർശനമൊക്കെ ഉയർത്തിയായിരുന്നു. അത് പലയിടത്തും റിഫ്ലക്ട് ചെയ്തു. ഇപ്പൊ കൂടുതൽ പള്ളികളിൽ അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയാ കൊടുക്കണ്ടേ. പക്ഷെ സഭയുടെ അധികാരത്തിൽ ഈ ഓസ്തി മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. കാരണം ആദ്യ കുർബാന സ്വീകരണമൊക്കെ വരുമ്പോൾ അവരാ വീഞ്ഞിൽ മുക്കി കൊടുക്കും. പിന്നെ ബാക്കി തുടർ കുർബാനകളില് അച്ഛന്മാരുടെ സൗകര്യം ഉണ്ടായിരിക്കും. അത് നമുക്ക് ന്യായമായിട്ട് പറയാം. അങ്ങനെ അത് കുഴപ്പമില്ല. ഒരു സഭ തീരുമാനിക്കുന്നത് ഇങ്ങനെ മതി എന്ന് വെച്ചാൽ അങ്ങനെ മതി. അതിന് സഭയ്ക്ക് അധികാരമുണ്ട്. പിന്നെ അത് നമുക്ക് എതിർപ്പൊന്നുമില്ല. പിന്നെ ബോഡി രക്തമുണ്ട്. പിന്നെ അങ്ങനെ പറയുമ്പം നോക്കി നിൽക്കുന്ന താർക്കികന്മാർ പറയും അങ്ങനെയാണെങ്കിൽ ബോഡി മാത്രം വെച്ചാൽ പോരെ, കുർബാനയ്ക്ക് അതിൽ രക്തം ഉണ്ടാവുമല്ലോ, പിന്നെ വേറെ എന്തിനാ പാനപാത്രം വെക്കുന്നതെന്നൊക്കെ ഈ തർക്കം ഉന്നയിക്കുന്നവർ ചോദിക്കും. അപ്പൊ നമ്മള് പൂർവികമായിട്ട് ഇത് രണ്ടും ചേർത്താ കൊടുക്കുന്നേ. അങ്ങനെ കൊടുക്കുന്നതാണ് ഏറ്റവും അഭിലഷണീയമായ മാതൃക എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ചിന്ത ഈ മോണ്ടി തേഴ്സ്ഡേയിൽ തന്നെ കൂദാശപരമായിട്ട് യേശു മരിക്കുന്നു എന്നാണ് എനിക്കൊരു ചിന്ത വന്നത്. അതല്ല നമ്മുടെ ഒരു ചിന്തയല്ല, അതൊന്ന് ഫാക്റ്റുമായിട്ട് പൊരുത്തപ്പെടുന്നു. സാക്രമെന്റലായിട്ട് ഈശോ മരിക്കുന്നു. അങ്ങനെയല്ലെന്നേ. യേശു മരിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കുർബാന സ്ഥാപിച്ചു കഴിഞ്ഞിട്ടാണല്ലോ യേശു മരിക്കുന്നത്. അപ്പൊ കുർബാന സ്ഥാപിച്ചു കഴിഞ്ഞിപ്പം യഹൂദന്മാർ യേശുവിനെ കൊല്ലണ്ടെന്ന് വെച്ചാൽ ഈ കുർബാന ഇൻവാലിഡ് ആയി പോവോ? ഇല്ല. അപ്പൊ യേശു മരിച്ചോണ്ടല്ലോ കുർബാന കിട്ടിയേ. കുർബാന സ്ഥാപിച്ചു.
അപ്പൊ മരിക്കുന്നതിന് മുമ്പ് സ്ഥാപിച്ചു. ആ തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാനാണ് മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് സ്ഥാപിച്ചത്. മനസ്സിലായോ? അല്ല, അപ്പൊ അവിടെ മരണം സംഭവിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അതല്ലേ പോയിന്റ് മരിക്കുന്നത് കൊണ്ടല്ല. മരിക്കാതെ തന്നെ കുർബാന സ്ഥാപിച്ചില്ലേ? ഞാൻ പറഞ്ഞ യുയാക്കീമിന് മനസ്സിലായോ? മരിക്കുന്നതിന് മുമ്പ് തന്നെ കുർബാന സ്ഥാപിച്ചില്ലേ? അപ്പൊ മരിക്കുന്നതിന് മുമ്പ് സ്ഥാപിച്ചു കുർബാന, അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ടല്ല ഇത് സ്ഥാപിച്ചേ. ഇനി നമ്മളൊരു ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഡെത്ത് ഒന്നും നോക്കുന്നില്ല. അത് നമ്മൾ അതെ, നമ്മൾ ഹൈപ്പോത്തറ്റിക്കലായിട്ട് ചിന്തിക്കുക. അപ്പൊ ഒരു അഥവാ ഇനി യേശു മരിച്ചില്ലായിരുന്നല്ലോ, ഈ കുർബാന ഇൻവാലിഡ് ആയി പോവും, അല്ലെങ്കിൽ അയ്യോ സോറി ക്യാൻസൽ എന്ന് പറയോ? ഇല്ല, കുർബാന സ്ഥാപിച്ചു. അപ്പൊ കുർബാന അവിടെ തന്നെ മരണം സംഭവിച്ചു ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അതുകൊണ്ടാ. അത് നമ്മുടെ ഒരു ധാരണയല്ല, അങ്ങനെ മരിച്ചിട്ടില്ല. അത് കാരണം യേശു മരിച്ചത് എന്തുകൊണ്ടാണ്? യഹൂദന്മാരുടെ അജ്ഞാത നിമിത്തമല്ലേ? തേജസിന്റെ കർത്താവിനെ അവർ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ ക്രൂശിക്കില്ല. അപ്പൊ അവരുടെ ഒരു അജ്ഞതയിൽ അടിസ്ഥാനപ്പെടുത്തിയാണോ നമുക്ക് കുർബാന സ്ഥാപിക്കുന്നത്? അപ്പൊ കുർബാന സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഇഗ്നറൻസിലാണ് നമ്മൾ പറയേണ്ടി വരും. അപ്പൊ പാപമോചനത്തിന്റെ രക്തവും പിന്നെ ഈ യേശുവിന്റെ മരണം വേണ്ടിയില്ലായിരുന്നോ? പാപമോചനത്തിന് യേശുവിന്റെ മരണം ആവശ്യമില്ല. കാരണം യേശു മരിക്കുന്നതിന് മുമ്പ് എത്രയോ പേരുടെ പാപപരിഹാരത്തിന് ബോഡിയും പാപമോചനത്തിന്റെ രക്തവും വേണ്ടേ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. യേശു മരിക്കുന്നതിന് മുമ്പ് തന്നെ എത്ര പേരുടെ പാപം പരിഹരിച്ചു. മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, നീ എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിൽ പോ. അപ്പൊ പാപം മോചിക്കാൻ വേണ്ടി യേശുവിന് മരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? യേശുവിന് മരിക്കേണ്ട കാര്യം ഉണ്ടോന്ന് ചോദിച്ചാല് മരിച്ചാൽ ഭാവിയിലുള്ള നെക്സ്റ്റ് ജനറേഷൻ, അടുത്ത ജനറേഷനിൽ മോചനം കിട്ടണ്ടേ? ദൈവത്തിന് പാപമോചനം കൊടുക്കാൻ അധികാരമുണ്ടോ? യേശുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചെടുത്ത യേശുവിന് അധികാരം കൊടുത്തു, യേശു കൊടുത്തു. അതല്ല ഞാൻ ചോദിക്കുന്നത്. ആ കാലഘട്ടം കഴിഞ്ഞുള്ള ജനറേഷൻ ഭൂമിയിൽ പാപങ്ങൾ മോചിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്നറിയേണ്ടതിന്. അപ്പൊ മനുഷ്യപുത്രന് അധികാരം ഭൂമിയിൽ പാപം മോചിക്കാൻ ഉണ്ടല്ലോ. കടന്നു പോയല്ലോ. അല്ല, ആ അധികാരം അവൻ അടുത്ത ആൾക്ക് കൊടുക്കാമല്ലോ. അത് മരിച്ചാലേ കൊടുക്കാവുന്നുണ്ടോ? അടുത്ത ആൾക്ക് കൊടുക്കാം. അപ്പൊ അത് മരിക്കുന്നുണ്ടല്ല അധികാരം കൊടുക്കുന്നേ. അവന് പാപമോചന അധികാരമുണ്ട്. അവൻ പാപങ്ങളെ മോചിച്ചു, രോഗങ്ങളെ സുഖപ്പെടുത്തി. അത് മരിച്ചു കഴിയുന്നതിലൂടെ ഒന്നും പ്രത്യേകിച്ച് സിദ്ധിക്കുന്നില്ല. അങ്ങനെ മരണത്തിലൂടെ ആണെങ്കിൽ അവനെ ഉയർപ്പിക്കരുതാണ്. കാരണം റിവേഴ്സ് ചെയ്തില്ലേ. മരിച്ചു, അവനെ വീണ്ടും ഉയർപ്പിച്ചെന്തിനാ? അപ്പം വീണ്ടും അവനെ ജീവനിലോട്ട് തിരിച്ചു കൊണ്ടുവരികയല്ലേ. പാപത്തിന്റെ ശിക്ഷയെ മരണത്തെ കീഴടക്കി, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് മോചനം. സഹോദര, അതല്ല ഈ പെന്തക്കോസ്തുകാർ പറയുന്ന ആശയങ്ങളാന്നേ. മനസ്സിലായോ? പിന്നെ അല്ലേ നമുക്ക് രക്ഷ വന്നത് യേശു ക്രിസ്തു ജനിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് യേശു ജനിച്ചപ്പം ബെത്ലഹേമിൽ മാലാഖമാര് കൂട്ടം കൂടി നിന്ന് പാട്ടുപാടി, ഇതാ സകല ജനത്തിനും യേശു കുരിശിൽ മരിച്ചപ്പോ അങ്ങനെ ആരെങ്കിലും വന്ന് പാട്ടുപാടിയോ? അതിനെ പാടാഞ്ഞേ. അതെ, കുരിശിൽ മരിക്കുകയും വേണ്ട ശരിക്കും പാട്ട് പാടാൻ. ഇനി ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ. യോയാക്കീമിനെ ഒരു ടൈം ട്രാവൽ ചെയ്യിച്ച് 2000 വർഷം മുമ്പ് ഗോകുൽത്തായി കൊണ്ട് നിർത്തുകയാണെങ്കിൽ, യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി പട്ടാളക്കാരും ജൂതന്മാരും ഒക്കെ കൂടെ വരികയാണ്. നിങ്ങൾ അവിടെ കന്യകാമറിയമും യോഹന്നാൻ ശ്ലീഹായും വേറെ 3-4 പെണ്ണുങ്ങളുടെ അപ്പുറം മാറുന്ന കരയുന്നുണ്ട്. നിങ്ങൾ ഈ ക്രൂശിക്കുന്നവരുടെ കൂടെ കൂടുവോ, ഈ കരയുന്നവരുടെ കൂടെ കൂടുവോ? അല്ല, ഇപ്പോഴത്തെ മനസ്ഥിതി വെച്ചിട്ട് ക്രൂശിക്കുന്നവരോട് കൂടും. കാരണം നമ്മുടെ രക്ഷ ഉറപ്പാക്കണ്ടേ. പെന്തക്കോസുകാർ മുഴുവൻ ആ കൂടത്തുള്ളൂ. പെന്തക്കോസുകാർ മുഴുവൻ ക്രൂശകരുടെ കൂടെ കൂടും. പക്ഷെ ഈ സുറിയാനി സഭയുടെ ദുഃഖവെള്ളിയാഴ്ച നമസ്കാരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേരും മറിയമിന്റെ നേതൃത്വത്തിലുള്ള ചെറിയ ഗ്രൂപ്പിനോട് താതാൽപ്യപ്പെട്ടു എന്ന് കരയുകയാണ്.
അപ്പം ദുഃഖവെള്ളിയാഴ്ച നമസ്കാരം നോക്കുമ്പോൾ മറിയം പാടുന്ന മകനേ മമ വത്സലനേ എന്ന് പറഞ്ഞാൽ സഭ ഔദ്യോഗികമായിട്ടും പരിപൂർണമായിട്ടും ആ ചെറിയ ഗ്രൂപ്പിനോടാണ് താതാത്മ്യപ്പെടുന്നത്. എന്നാൽ ഇന്നത്തെ ക്രിസ്തീയ ലോകം, ഇവാഞ്ചലിക്കൽ വേൾഡ്, പ്രൊട്ടസ്റ്റന്റ് ലോകം ആ വലിയ ആ ക്രൂശിക്കുന്ന ആണി കൈപ്പിടിച്ചും ചുറ്റിക കൈപ്പിടിച്ചും നിൽക്കുന്ന പട്ടാളക്കാരുടെ കൂടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഇതിനെ ഗുഡ് ഫ്രൈഡേ എന്ന് വിളിക്കുന്നത്. കാരണം ഇത് നല്ല വെള്ളിയാഴ്ചയാണ്, നമ്മുടെ രക്ഷ ഇന്ന് ഉറപ്പാക്കി. അപ്പൊ ഏതെങ്കിലും കാരണവശാൽ യേശു രക്ഷപ്പെട്ട് താഴ്വരത്തൂടെ നടന്നു പോവുകയാണെങ്കിൽ നോക്കി നിൽക്കുന്ന ഈ പെന്തക്കോസുകാരൻ ഓടിച്ചിട്ട് പിടിക്കും. അങ്ങനെ പോകുന്നു, വിടരുത് അവനെ, കാരണം നമ്മുടെ രക്ഷ ഉറപ്പാക്കണ്ടേ. അപ്പൊ അത്തരം ബോഷ്കുകൾ വിശ്വസിക്കരുത് സുഹൃത്തെ, അത്തരം ബോഷ്കുകൾ വിശ്വസിക്കരുത്. അങ്ങനെ ഒരുത്തനെ കൊന്നിട്ട് നമുക്ക് രക്ഷ തരാനിരിക്കുന്ന ഒരു ഗതികേടൊന്നും ദൈവത്തിനില്ല. ദൈവത്തിന് മനുഷ്യനെ രക്ഷിക്കാൻ ഒരാളെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞ എന്ത് അധപ്പതനമാണ്. ദൈവം നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ മനുഷ്യരുടെ ഇടയിലേക്ക് അയച്ചപ്പോൾ മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതായതുകൊണ്ട് അവർ അവനെ ക്രൂശിച്ചു. ആ ക്രൂശിച്ചതിനെ കുറിച്ച് പെന്തക്കോസ് നാളിൽ പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുമ്പോൾ ഒരു പാപമായിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ അവനെ ക്രൂശിച്ചു. അത് കേട്ട് ഹൃദയം തകർന്നവർ, അയ്യോ, അപ്പൊ ഇവരൊരു രക്ഷയ്ക്ക് വേണ്ടിയുള്ള വലിയൊരു കർമ്മ ചെയ്തെങ്കിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടത്. പ്രിയപ്പെട്ടവരെ, കാലങ്ങൾക്ക് മുമ്പ് ദൈവം മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയ ഒരു പദ്ധതിയായിരുന്നു അവനെ ക്രൂശിക്കാന്നുള്ളത്. ഏതായാലും ദൈവത്തിന്റെ കൃപയാൽ നിങ്ങളത് സാധിച്ചല്ലോ, അഭിനന്ദനങ്ങൾ. ഇങ്ങനെയല്ല പത്രോസ് പ്രസംഗിച്ചു. അത് കേട്ട് അവർ കരഞ്ഞു. അവരൊരു തെറ്റാണ് ചെയ്തത്. ഇറ്റ് വാസ് എ ക്രൈം അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി ആൻഡ് ഇറ്റ്സ് എ ക്രൈം അഗൈൻസ്റ്റ് ഗോഡ്. അപ്പൊ അവർ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി മാമോയിസ സ്വീകരിക്കാൻ തന്നെ പറയുന്നതിനാണ്. അപ്പം ഈ ക്രൂശീകരണം ഒരു തെറ്റായിരുന്നു, സിന്നായിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ ഒരു സിന്നിലൂടെ നമുക്ക് രക്ഷ കിട്ടിയെന്ന് പറയുന്ന അതിനേക്കാൾ അബദ്ധമാണ്. മനസ്സിലായോ? അപ്പൊ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ 11-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആൻസലാം എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലുള്ള ഒരു ബിഷപ്പാണ് അവതരിപ്പിച്ചത്. പിന്നീട് പ്രൊട്ടസ്റ്റന്റ് നവീകരണം വന്നപ്പോൾ അവരതിനെ പൊടിതട്ടിയെടുത്ത് പരിഷ്കരിച്ചു. ക്രൈസ്തവ സഭയുടെ 1000 വർഷത്തെ ചരിത്രത്തിൽ ഈ ഉപദേശം ഇല്ലായിരുന്നു. ഫസ്റ്റ് 1000 years, ആദ്യത്തെ 1000 കൊല്ലം ഇല്ലായിരുന്നു. പിന്നെ ഉണ്ടായിട്ടുള്ള ഉപദേശം ഇതൊക്കെ കേട്ടോ. അതുകൊണ്ട് ഏതാണ് കൺക്ലൂഡ്? ഒന്നുകൂടെ ഞാൻ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാമോ? കൺക്ലൂഡ് ചെയ്യാം. അതായത് ഈ ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. ആ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ വീണുപോയി, അവന്റെ ആ സ്വരൂപം വിരൂപനായി. വിരൂപനായ മനുഷ്യനിലേക്ക് വീണ്ടും തന്റെ സ്വരൂപത്തിലുള്ള പുത്രനെ അയക്കുകയാണ്. അപ്പൊ ഇതാണ് ആ മനുഷ്യൻ. അതുകൊണ്ടാണ് പിലാത്തോസ് വന്നിട്ട് ആ മനുഷ്യൻ ഇതാ എന്ന് പറയുന്നത്. ഏത് മനുഷ്യനാ? ദ ഒറിജിനൽ മേൻ. ആ മനുഷ്യൻ ഇതാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ മനുഷ്യനോട് അനുരൂപരാകണം. അതാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്, തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. അപ്പൊ ആ പുത്രന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപരാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മെ പുത്രന്റെ സ്വരൂപത്തിൽ, അതുകൊണ്ടാണ് നാം തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിക്കും. അപ്പൊ തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് ക്രിസ്തു എന്ന അതേ പ്രതിമയായി നാമും രൂപാന്തരപ്പെടും. അപ്പൊ നമ്മളെ അവനോട് അനുരൂപരാക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? വൈരൂപ്യം മാറി പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരായി മാറുന്നു. ഈ അനുരൂപരാക്കാൻ വേണ്ടി ഈ സ്വരൂപത്തെ അയച്ചതാണ്. പക്ഷെ ഈ സ്വരൂപം കണ്ടപ്പോ കലി കയറിയ യഹൂദന്മാർ ആ സ്വരൂപത്തെ എന്ത് ചെയ്തു? തല്ലി ഉടച്ചു കളഞ്ഞു. പിന്നെ എങ്ങനെയാ നമ്മൾ ആ സ്വരൂപത്തോട് അനുരൂപരാകുന്ന? പറ്റത്തില്ല. അപ്പം വീണ്ടും എന്ത് ചെയ്തു? ദൈവമോ അവനെ ഉയർപ്പിച്ചു. മരണപാശങ്ങളെ അറുത്തിട്ട് ദൈവമോ അവനെ ഉയർപ്പിച്ചു. എന്തിന്? ആ സ്വരൂപത്തെ വീണ്ടും എടുത്തു നിർത്തി നമുക്ക് അവനോട് അനുരൂപരാകാൻ. അപ്പോ ദൈവിക പദ്ധതിയെ ഇവര് തകർക്കാൻ ശ്രമിച്ചെങ്കിലും ദൈവ പദ്ധതിയെ ദൈവം വീണ്ടും പുനഃസ്ഥാപിച്ചു. അതാണ് റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. അതാണ് നമ്മൾ ഈസ്റ്ററിന് ആഘോഷിക്കുന്നത്. അതായത് ദൈവത്തിന്റെ പുത്രന്റെ ജനനത്തിലായിരുന്നു ആ രക്ഷയെ കൊണ്ടുവന്നത്. ആ മഹാരക്ഷയെ നമ്മിൽ നിന്ന് തകർത്തു കളയുവാൻ അവനെ കൊന്ന് അവർ ശ്രമിച്ചെങ്കിലും അവരുടെ ശ്രമങ്ങളെ പരാജയപ്പെടുത്തി വീണ്ടും അവനെ ഉയർപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് വീണ്ടും നമ്മൾ ആ സ്വരൂപത്തോട് അനുരൂപരാകുന്നു. ഇതാണ് ഗോസ്പൽ, ഇതാണ് ട്രൂ ഗോസ്പൽ. അല്ലാതെ ഈ നമ്മുടെ പാപത്തിന് പകരമായിട്ട് യേശുവിനെ കശാപ്പ് ചെയ്തെന്നും അവനെ കശാപ്പ് ചെയ്തത് കൊണ്ട് നമുക്ക് രക്ഷ കിട്ടിയെന്നൊക്കെ പറയുന്നത് പാഷന്റെ ഉപദേശമാണ്, അബദ്ധമാണ്. അങ്ങനെ പറ്റില്ല. കാരണം
ന്യായപ്രമാണ പ്രകാരം പോലും ഒരു മനുഷ്യന് പകരം മറ്റൊരു മനുഷ്യന് മരിക്കാൻ പറ്റില്ല. അപ്പന്റെ പാപങ്ങൾക്ക് പകരം മകൻ മരിക്കരുതെന്നും മകന്റെ പാപത്തിന് പകരം അപ്പൻ മരിക്കരുതെന്നും ഓരോരുത്തരും മരിക്കുന്നെങ്കിൽ അവനവന്റെ കുറ്റത്തിനെ മരിക്കാൻ പറ്റുള്ളെന്നും ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആ ഉപദേശം എന്ന് പറയുന്നത് പരമ അബദ്ധമാണ്. അങ്ങനെ ഒരു കാര്യം നടക്കില്ല. ശരി പാസ്റ്റർ, നല്ലൊരു ടോക്ക് ആയിരുന്നു, നല്ലൊരു സമയമായിരുന്നു. താങ്ക് യു വെരി മച്ച്. അതിന്റെ ഒരു റെഫറൻസ് ഞാൻ പറയാം. ആവർത്തന പുസ്തകം, നിയമാവർത്തന പുസ്തകം 24:16 കേട്ടോ. നിയമാവർത്തന പുസ്തകം 24:16 പറയുന്നുണ്ട്, അപ്പന്റെ പാപങ്ങൾക്ക് പകരം. ഓൺലൈനിൽ കാണുന്നവർക്ക് വേണ്ടി ഞാൻ അതെ, അത് എഹെസ്കേൽ പ്രവചനമാണ്. ആ വാക്യമുണ്ട്. അതുകൂടാതെ ആ വാക്യമല്ല, അതും കൊള്ളാം, കൃത്യമാണ്. ഇത് നിയമാവർത്തന പുസ്തകം 24:16 മക്കൾക്ക് പകരം അപ്പന്മാരും അപ്പന്മാർക്ക് പകരം മക്കളും മരണശിക്ഷ അനുഭവിക്കരുത്. അപ്പൊ നമുക്ക് പകരം യേശു മരണശിക്ഷ അനുഭവിച്ചു എന്ന് പറയുന്നത് ന്യായപ്രമാണ ലംഘനമാണ്. അത് നടക്കില്ലായിരുന്നു. കാരണം ക്രിസ്തു ന്യായപ്രമാണത്തിന് കീഴിൽ ജീവിച്ചു. അപ്പൊ അത് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ കേട്ടോ. താങ്ക് യു ജോയാക്കിം. യുയാക്കിം ചോദിച്ചോ? യുയാക്കിം, മെൽക്കിസെദെക്കിന്റെ ക്രമപ്രകാരമാണല്ലോ ജീസസ് അപ്പവും വീഞ്ഞുമായിട്ട് ബലി അർപ്പിച്ചത്? അതെ അതെ അതെ. അതെന്ത് ബലിയാണ് അർപ്പിച്ചത്? അതല്ലേ സമാധാനമായ ബലിയല്ലേ. അബ്രഹാമിന്റെ മുമ്പിൽ മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞുമായിട്ടല്ലേ വന്നേ? അതെ. അബ്രഹാമാണ് ആദ്യം വിശുദ്ധ കുർബാന സ്വീകരിച്ചത് കേട്ടോ. ആദ്യം വിശുദ്ധ കുർബാന സ്വീകരിച്ച ആള് അബ്രഹാം പിതാവാണ്. അതുകൊണ്ടാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. വിശ്വാസികളൊക്കെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ വിശ്വാസികളുടെ പിതാവ് കുർബാന സ്വീകരിക്കാത്ത ആളാണോ? അപ്പൊ അബ്രഹാം പിതാവ് വിശുദ്ധ കുർബാന സ്വീകരിച്ചു. മൽക്കീസദേക്ക് അദ്ദേഹത്തിന് അപ്പവും വീഞ്ഞും കൊടുത്തു. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം വന്ന് യേശു ക്രിസ്തു അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അഹ്റോന്യ ക്രമം അനുസരിച്ചായിരുന്നെങ്കിൽ യേശു അപ്പം എടുത്തും വീഞ്ഞെടുത്തും കൊടുക്കുന്നതിന് വരെ നല്ല ആടിന്റെ കുറവും കാളയുടെ കുറവും ഒക്കെ എടുത്ത് ശിഷ്യന്മാർക്ക് കൊടുക്കണമായിരുന്നു. അതല്ല കൊടുത്തത്. മനസ്സിലായോ യുയാക്കീമിന്? അതെ, ബലി എന്ന് പറയുമ്പോ അവിടെ ഒരു സാക്രിഫൈസ് വേണ്ടേ? അവിടെ എന്ത് സാക്രിഫൈസ് വേണ്ടേ? സാക്രിഫൈസ് വേണോന്ന് ആര് പറഞ്ഞു? ഈ സാക്രിഫൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മരണം, ചോര എന്നൊക്കെയാണോ അർത്ഥം? അല്ല, അതല്ല. പിന്നെ നമ്മളൊക്കെ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യണ്ടേ? അതാ ചോദിച്ചത്. അത് എന്താണ് സാക്രിഫൈസ് ചെയ്യേണ്ടത്? നമ്മുടെ ഡിസൈർസോ എന്തോ, എനിത്തിങ് ക്യാൻ ബി സാക്രിഫൈസ്ഡ്. എനിക്കത് മനസ്സിലാകുന്നില്ല. ഈ ബലിയർപ്പണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വീകാര്യ ബലിയല്ലേ ഈ അപ്പവീഞ്ഞുകള്, അല്ലേ? ക്രിസ്തു അപ്പവും വീഞ്ഞും അല്ലേ മൽക്കീസദേക്ക് കൊണ്ടുവന്നേ? അതെ, കൊണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിന് അർപ്പിച്ചാണല്ലോ അത്. ദൈവത്തിന് അർപ്പിക്കുകയാണ് അപ്പവും വീഞ്ഞും. എന്നിട്ട് അത് വിശ്വാസികൾക്ക് വിതരണം ചെയ്യാണ്. അപ്പൊ ഇവിടെ ജീസസ് ചെയ്തത് എന്താ? ജീസസ് അപ്പം വീഞ്ഞും അല്ലേ കൊടുത്തത്, അല്ല കാളയുടെ കുറവൊന്നും അല്ലല്ലോ. അഹ്റോന്റെ ക്രമപ്രകാരമായിരുന്നു. സഹോദര, യേശു അവിടെ പെസഹ നടത്തുകയായിരുന്നു. ആട്ടിറച്ചി കൊടുക്കണ്ടായിരുന്നോ? യുയാക്കീമെ, ആട്ടിറച്ചിയാണോ? എന്റെ സഹോദര, ആട്ടിറച്ചിയല്ലോ. അപ്പം വീഞ്ഞും അല്ലേ കൊടുത്തേ? അതല്ലേ മൽക്കീസദേക്കും കൊടുത്തേ? അതെ. അതല്ല കാളയുടെ ഒരു കുറവും തോളെ വെച്ച് അബ്രഹാമിനെ കാണാൻ വരുമായിരുന്നോ മൽക്കീസദേക്ക്? ഇല്ല. അപ്പൊ അവിടെ കൊടുത്തു എന്നുള്ള കോൺസെപ്റ്റ് എന്താ? ശിഷ്യന്മാർക്ക് കൊടുത്തു. അവിടെ ഒരു സാക്രിഫൈസ് അവിടെ വരുന്നുണ്ടോ ചോദിക്കുന്നത്. ബലിയർപ്പണം എന്ന് പറയുമ്പോ ഒരു ആന, പിന്നെ അവര്
അഹ്റോന്റെ പ്രകാരം ഒരു ആടിനെ ബലി അർപ്പിക്കുന്ന ആടിനെ കൊല്ലുന്നില്ലേ, ഒരു ജീവൻ കൊടുക്കും, ജീവനോട് നഷ്ടപ്പെടുകയില്ലേ? അതെന്തിനാ അത് നിർത്തുകയാണ് സഹോദര, അത് നിർത്തുക. അപ്പൊ അതുപോലെ ജീസസിന്റെ സാക്രിഫൈസ് ചെയ്തത് അഹ്റോന്റെ ബലി അല്ലെന്ന് ഇവിടെ നടക്കുന്നേ. ഇത് അഹ്റോൻ അല്ല. അതുപോലെ അഹ്റോന്റെ ബലിയിൽ ഒരു സാക്രിഫൈസ് നടക്കുന്നുണ്ടല്ലോ, ഒരു ഡെത്ത് നടക്കുന്നുണ്ടല്ലോ, ഒരു ജീവൻ നഷ്ടപ്പെടുന്നുണ്ടല്ലോ. അതെന്തിനാന്ന് അതുപോലെ ജീസസ് അതുമായിട്ട് നോക്കണ്ട. അതുപോലെ ജീസസ് ഇപ്പൊ എന്ത് സാക്രിഫൈസ് ചെയ്ത് അപ്പം വെഞ്ഞുമായിട്ട് എന്ത് സാക്രിഫൈസ് ആണ് ജീസസ് നടത്തിയിരിക്കുന്നത്? മൽക്കിസദേക്ക് എന്ത് സാക്രിഫൈസ് നടത്തിയേ? അതെനിക്കറിയില്ല. അപ്പം വെഞ്ഞും കൊണ്ടുവന്ന് മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം പറയുന്നുള്ളൂ. അത്രേ ഉള്ളൂ. ക്രമപ്രകാരം. അതെ, അതുകൊണ്ട് മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതൻ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള അപ്പവീഞ്ഞുകളുടെ ആഘോഷം തന്റെ മരണത്തിന് മുമ്പ് സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ പിന്നീട് വരുന്ന ദുരുപദേശക്കന്മാർ ഇത് കണക്ട് ചെയ്ത് പറയാതിരിക്കാൻ വേണ്ടി പാവം കർത്താവ് മരണത്തിന്റെ തലേദിവസം ഇത് വെച്ചു. മരിച്ചു കഴിഞ്ഞായിരുന്നു ഇത് വെച്ചിരുന്നെങ്കിൽ ആകെപ്പാടെ പ്രശ്നമായിരുന്നു. ഈ ബലി ആ ബലി അല്ല സുഹൃത്തെ. കർത്താവ് മരിക്കുന്നതിന് മുമ്പ് ഇത് സ്ഥാപിച്ചു. യേശു കർത്താവ് മരിക്കുന്നതിന് മുമ്പ് സ്ഥാപിച്ച വിശുദ്ധ കുർബാനയിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. അതെ. യേശു കർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് ആ മരണത്തിന്റെ ബലിയാ വെക്കുന്നെങ്കിൽ അതിനകത്ത് ആ ചാവ് ബലിക്കകത്ത് പോയി പങ്കെടുക്കാൻ പറ്റുമോ ഒരു മനുഷ്യൻ? അതല്ല അതാ പറഞ്ഞ അതിന്റെ നിങ്ങള് അത് കഴിച്ചു. ഒരു മനുഷ്യൻ മരിച്ചിട്ടാണോ ബലി നടത്തുന്നത്? അതാണ് മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതൻ എന്ന് പറയുന്നത്. മൽക്കിസദേക്ക് അബ്രഹാമിന് കൊടുത്ത അപ്പവീഞ്ഞുകൾ അതുപോലെ തന്നെയാണ് ക്രിസ്തു ശിഷ്യന്മാർക്ക് കൊടുത്തത്. മരിക്കുന്നതിന് മുമ്പ് സ്ഥാപിച്ചു. മനസ്സിലായോ? ക്രിസ്തു മരിച്ചില്ലായിരുന്നല്ലോ. ഇനിയിപ്പം യഹൂദന്മാര് മനസ്സ് മാറ്റി ഇനി ഇവനെ കൊല്ലണ്ടെന്ന് അങ്ങ് തീരുമാനിച്ചിരുന്നെങ്കിൽ സ്ഥാപിച്ച കുർബാന അസാധുവായി പോവായിരുന്നോ? അതല്ല, നേരത്തെ പറഞ്ഞാണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ അവിടെ ഒരു യേശു എന്താ സാക്രിഫൈസ് ചെയ്തത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. യേശു സാക്രിഫൈസ് ചെയ്ത് അപ്പവും വീഞ്ഞുമല്ലേ? ശിഷ്യന്മാർക്ക് കൊടുത്തത് മാത്രമേ അതാണ് സാക്രിഫൈസ്. ശിഷ്യന്മാർക്കല്ല കൊടുത്തത്, അത് പിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി സ്തോത്രം ചൊല്ലി എന്റെ ശരീരമാണെന്ന് പറഞ്ഞു. അനേകരുടെ പാപമോചനത്തിന് വേണ്ടി, പാപപരിഹാരത്തിന് വേണ്ടി അർപ്പിക്കപ്പെടുന്ന എന്റെ ശരീരം. അപ്പൊ പിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഇന്ന് വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കുന്നതാ. അപ്പം എടുത്തിട്ട് ശരീരമായിട്ട് ശരീരത്തെ അപ്പമാക്കി മാറ്റി അർപ്പിക്കുന്നു. ഞാൻ അതല്ലേ ചോദിച്ചേ. പള്ളിയിൽ കുർബാനയ്ക്ക് അപ്പവും വീഞ്ഞും അല്ലേ വെക്കുന്നേ? അതെ. അപ്പൊ അർപ്പിക്കുന്ന പള്ളിയിലെ കുർബാന തന്നെയല്ലേ ഇത്? ഇപ്പൊ പള്ളിയിൽ കുർബാനയ്ക്ക് എന്താ വെക്കുന്നേ? അപ്പം വെക്കുന്നു, അപ്പം വീഞ്ഞും വെക്കുന്നു. അതിനല്ലേ യേശുവും വെച്ചേ? അല്ല, യേശു സ്ഥാപിച്ചു എന്ന് പറയുന്നത്. യേശു ഞാൻ വേറെ രീതി പറയാം. യേശു ആണോ കുർബാന സ്ഥാപിച്ചേ? അതെ. യേശു എങ്ങനെയാ കുർബാന സ്ഥാപിച്ചേ? ഇതെന്റെ ശരീരമാവുന്നു. അത് അപ്പവും വീഞ്ഞും വെച്ചല്ലേ കുർബാന സ്ഥാപിച്ചേ? അതെ. അതേ ഫോർമാ പറയുന്നുണ്ടല്ലോ, ഇതെന്റെ ശരീരമാവുന്നു, അനേകരുടെ പാപമോചനത്തിന് വേണ്ടി ചിന്തപ്പെടുന്നതിന്റെ രക്തമാവുന്നു, പുതിയ ഉടമ്പടിയുടെ രക്തമാവുന്നു. അതേ ഫോർമാറ്റ് അല്ലേ ഇന്നും ഉള്ളത്? അതെ അതെ അതെ. അപ്പൊ പാപമോചനത്തിന് വേണ്ടിയിട്ട് യേശുവിന്റെ ശരീര രക്തവും നൽകപ്പെട്ടില്ലേ? സാക്രിഫൈസ് ചെയ്തില്ലേ? എവിടെ സാക്രിഫൈസ് ചെയ്തില്ലേന്ന്? തന്റെ ശരീരവും രക്തവും അപ്പവും വീഞ്ഞുമാക്കി മാറ്റി ശിഷ്യന്മാർക്ക്. അതായത് യേശു കുരിശിൽ മരിച്ചിട്ടാണോ അത് കൊടുത്തേ? അല്ലല്ല, കുരിശിൽ മരിക്കാണ്ട് തന്നെ. കുരിശിൽ മരിക്കാണ്ട് യേശുവിന്റെ ശരീരത്തിൽ അപ്പമാക്കി മാറ്റാൻ പറ്റുമല്ലോ. അപ്പൊ യേശു കുരിശിൽ മരിക്കാണ്ട് തന്നെ യേശു മരിക്കാതെ തന്നെ ഇത് അപ്പമാക്കി മാറ്റാൻ പറ്റുമല്ലോ, അല്ല? ശരീരമാക്കി. അപ്പൊ പിന്നെ മരിക്കേണ്ട കാര്യമുണ്ടോ? മരിക്കേണ്ട കാര്യമില്ല. അത്രേ ഉള്ളൂ, മരിക്കേണ്ട കാര്യമില്ല. അത് അവര് യഹൂദന്മാര് കൊന്നതാണ്. യഹൂദന്മാരുടെ അറിവില്ലായ്മ ചെയ്തതാണ്. പക്ഷെ അപ്പൊ ഇവിടെ യേശു സാക്രിഫൈസ് ചെയ്തില്ലേ? യേശു ശരീരം എടുത്ത് കൊടുത്തില്ലേ? യേശുവിന്റെ രക്തം എടുത്ത് കൊടുത്തില്ലേ? സഹോദര കൊടുത്തു. അതെപ്പോഴാ കൊടുത്തേ? കുർബാന സ്ഥാപിച്ച ദിവസം. ആ കുർബാന സ്ഥാപിച്ചത് യേശു കുരിശിൽ മരിക്കുന്നതിന് മുമ്പല്ലേ സ്ഥാപിച്ചത്? അതെ, യേശുവിന്റെ അത് ഫിസിക്കൽ ഡെത്ത് അല്ല. അപ്പൊ ഇവിടെ ഈ അപ്പം വീഞ്ഞും കൊടുക്കുമ്പോ, തന്റെ അപ്പം വീഞ്ഞ് ശരീരം രക്തമായിട്ട് കൊടുക്കുമ്പോ അവിടെ ഒരു സാക്രിഫൈസ് നടക്കുന്നില്ലേ യേശുവിന്റെ?
യേശുവിന്റെ സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി എന്നുള്ളതാണ് സാക്രിഫൈസ്. അതിലും വലിയ സാക്രിഫൈസ് ഉണ്ടോ? ഉണ്ടോ? അതിലും വലിയ സാക്രിഫൈസ് ഇല്ല. പക്ഷെ അതിന്റെ പിന്നെ പൂർത്തീകരണമല്ലേ ഇവിടെ നടക്കുന്നത്. അതിലും വലിയ സാക്രിഫൈസ് തന്നെ സഹോദരൻ. അവൻ ദൈവത്തോടുള്ള സമത്വം കാര്യമായി പരിഗണിക്കാതെ തന്നെത്താൻ താഴ്ത്തി സ്വയം, അതാണ് ഏറ്റവും വലിയ സാക്രിഫൈസ്. സ്വയം ശൂന്യനാക്കി. ആ സാക്രിഫൈസിന്റെ അടയാളമായിട്ട് ഇതാന്റെ ശരീരമാണ്. അത് വീണ്ടും ശൂന്യനാക്കിയല്ലോ. അത് വീണ്ടും ശൂന്യനാക്കിയല്ലോ. ആ ഫിസിക്കൽ ഹ്യൂമാനിറ്റി പിന്നെ ഇൻകാർണേഷൻ മാറ്റി അത് അപ്പമാക്കി മാറി. അത് വീണ്ടും ശൂന്യനായി. അതെ, അപ്പം അതല്ലേ ഉള്ളൂ, അല്ലാതെ ഈ കുരിശിൽ മരിച്ചോണ്ടല്ലോ. അപ്പൊ അതിലും കുറച്ചുകൂടെ കടന്ന ഇതല്ലേ ഇൻകാർണേഷനേക്കാൾ കുറച്ചുകൂടെ ഗ്രീഡ് കൂടി. ഇതിപ്പോ നമ്മള് പറയാം സഹോദരൻ, അതല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. കർത്താവിന്റെ സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ കർത്താവ് സ്വയം ശൂന്യനാക്കി മനുഷ്യനായി വന്നു. അവൻ അപ്പവീഞ്ഞുകൾ എടുത്ത് മൽക്കിസദേക്കിന്റെ സഹോദര ഇത് കേക്ക്. അതായത് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ഒക്കെ പൗരോഹിത്യം അപ്പവീഞ്ഞുകൾ നൽകുന്ന പൗരോഹിത്യമായിരുന്നു. അവര് ആടിനെ കൊല്ലുന്ന, കാളെ കൊല്ലുന്ന, കുറവ് തിരിക്കുന്ന പൗരോഹിത്യം അല്ലായിരുന്നു. ഭീകരമായ പൈശാചികമായ അപ്പൊ പൈശാചികമായ ഈ മൃഗബലി ഇടയ്ക്ക് കയറി വന്നതാണ്. ആ മൃഗബലികളെ എല്ലാം ഊമജന്തു ബലികൾ നീക്കം വരുത്തിക്കൊണ്ട് കർത്താവ് വീണ്ടും മൽക്കീസദേക്കിന്റെ ആരാധനയെ പുനഃസ്ഥാപിച്ചു. ആ മൽക്കീസദേക്കിന്റെ ആരാധനയെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ക്രിസ്തു മരിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? ഈ ന്യായപ്രമാണത്തിന്റെ വൈതാളിക സംഘം അവനെ ക്രൂശിച്ചു. പക്ഷെ അവനെ ക്രൂശിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ആ കുർബാന പുനഃസ്ഥാപിച്ചിരുന്നു. പിടികിട്ടിയോ? ഇല്ല, അതാണ് ആ പോയിന്റിലാണ്. അതായത് മൽക്കീസദേക്കിന്റെ ആരാധന അത് മനസ്സിലായി. ഈ ബലിയിൽ യേശു എന്താ സാക്രിഫൈസ് ചെയ്തത്? യേശുവിന്റെ ശരീരം അപ്പമാക്കി മാറ്റി. അല്ല, അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും വെച്ച് വർഷിപ്പ് ചെയ്തിട്ട് അവിടെ ആളുകൾക്ക് കൊടുത്തപ്പോ എന്തോ ആരെയാ കൊന്നേ? ആരെയും കൊന്നില്ല. അപ്പൊ ആരെയും കൊല്ലേണ്ട കാര്യമില്ല. മൽക്കീസദേക്കിന്റെ ശരീരമാണെന്ന് പറഞ്ഞില്ല. ഇവിടെ യേശു പറഞ്ഞു ഇതെന്റെ ശരീരമാണെന്ന്. നിങ്ങളുടെ ശരീരം മൽക്കീസദേക്ക് അങ്ങനെ പറഞ്ഞില്ലെന്ന് എങ്ങനെയാണ് ഈ പറഞ്ഞല്ല എഴുതുക? മൽക്കീസദേക്ക് പറഞ്ഞൊന്നും അവിടെ ഇല്ല. മൽക്കീസദേക്ക് അപ്പവും മീഞ്ഞുമായിട്ട് വന്നു എന്നും മൽക്കീസദേക്കിന്റെ അതെങ്ങനെയാ പറഞ്ഞിട്ടില്ലെന്ന് കരുതുന്നു? അതെങ്ങനെയാ കരുതുന്നത്? അങ്ങനെ എഴുതാത്തിടത്തോളം കാലം എല്ലാം ദൈവനിവേശിതമല്ലേ. അത് നമ്മുടെ തോന്നലല്ലേ. അപ്പൊ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം ഇവിടെ സ്ഥാപിച്ചു. മൽക്കീസദേക്ക് കൊടുത്ത പോലെ ഹോളി എലമെന്റ്സ് ഈ കുർബാനയിലും കൊടുക്കുന്നു, അപ്പവും മീഞ്ഞും. അപ്പൊ അപ്പവും മീഞ്ഞുമായിരുന്നു ഇസ്രായേൽ. അപ്പമീഞ്ഞും കൊടുക്കുകയല്ലേ. അപ്പമീഞ്ഞും കൊടുത്തപ്പോ പറഞ്ഞു ഇതെന്റെ ശരീരമാണ്. അപ്പം കൊടുത്തിട്ട് പറഞ്ഞു ദിസ് ഈസ് മൈ ബോഡി ഗിവൺ അപ്പ് ഫോർ ദി പെനൻസ് ഓഫ് ദി പെനൻസ് ഓഫ് സിൻ. അതെ, ഇപ്പം പിന്നെ ഈ നിങ്ങളുടെ പള്ളിയിൽ അച്ഛൻ ഇതെന്റെ ശരീരമാണെന്ന് പറഞ്ഞാണോ തരുന്നേ? അല്ല, ഇത് പാപമോചനത്തിന് വേണ്ടി അനേർക്ക് വേണ്ടി ചിന്തപ്പെടാനിരിക്കുന്നതിന്റെ രക്തമാവുന്നു, പുതിയ ഉടമ്പടി രക്തമാണെന്ന് പറഞ്ഞാണ് തരുന്നത്. അല്ല, അപ്പൊ അച്ഛൻ പറയുന്നുണ്ട് ഇത് എന്റെ ശരീരമാണെന്ന്. അതെ, അച്ഛൻ ആ കോണ്ടക്സ്റ്റ് പറയുകയാണല്ലോ. അനന്തരം കാസ എടുത്ത് സ്തോത്രം ചെയ്ത് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾ ഇത് വാങ്ങി കുടിപ്പ്, ഇതിൽ നിന്ന് പാനം ചെയ്ത് എന്റെ രക്തമാവുന്നു, പുതിയ ഉടമ്പടി രക്തമാവുന്നു, അനേർക്ക് വേണ്ടി ചിന്തപ്പെടാതിരിക്കുന്ന എന്റെ പുതിയ ഉടമ്പടി രക്തമാവുന്നു എന്ന് പറഞ്ഞാണ് തരുന്നത്. എന്റെ യേശു പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഉച്ചരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉച്ചരിക്കുമ്പോ അത് അച്ഛന്റെ രക്താണോ? അല്ല, യേശു പറഞ്ഞതായിട്ടാണല്ലോ പറയുന്നത്. യേശു കാസ എടുത്ത് കോണ്ടക്സ്റ്റ് പറഞ്ഞിട്ട് അതല്ലേ. അപ്പം മൽക്കീസദേക്ക് പറഞ്ഞില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അപ്പൊ മൽക്കീസദേക്ക് പറഞ്ഞില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങളുടെ അച്ഛന് പറയാമെങ്കിൽ അതിനു മുമ്പ് മൽക്കീസദേക്കിന് പറയാൻ മേലേ?
ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞത് യേശു പറഞ്ഞാണല്ലോ അത് പറഞ്ഞത്. മൽക്കീസദേക്കിന് യേശു പറഞ്ഞ പറയാൻ മേലേ? അല്ലേ എന്നാ യേശു പറഞ്ഞിട്ടില്ലല്ലോ, അതിനും പിന്നെ യേശു പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അതിനു മുമ്പ് പറയാൻ മേലേ? ഈ പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ളതൊന്നും ഇല്ലല്ലോ. അല്ല, യേശു ഗിവണപ്പ് ചെയ്തിട്ടില്ലല്ലോ. യേശുവിന്റെ ബോഡിയും ബ്ലഡും ഗിവണപ്പ് ചെയ്തിട്ടില്ലല്ലോ. അതിന് മുന്നേ അങ്ങനെ ഇതിന്റെ ശരീരം. അപ്പൊ യേശു കുരിശിൽ മരിക്കുന്നതിന് മുമ്പല്ലേ യേശു പറഞ്ഞേ? അതെ അതെ. അപ്പൊ യേശുവിന് പറയാൻ പിന്നെ മൽക്കീസദേക്കിന് പറയാൻ മേലേ? അല്ല, യേശു എന്താ പറഞ്ഞ? യേശു എന്താ പറഞ്ഞത്? യേശു കുരിശിൽ മരിക്കുന്നതിന് മുമ്പല്ലേ ഇത് പറഞ്ഞത്? അതൊക്കെ സംഭവിച്ചു. അപ്പൊ പിന്നെ മൽക്കീസദേക്കിന് പറയാൻ മേലേ? അല്ല, മൽക്കീസദേക്ക് മാറ്റി നിർത്തി സാറേ. നമുക്ക് ഇവിടെ ജീസസ് പറഞ്ഞ അതിനെ മൽക്കീസദേക്കിനെ മാറ്റി നിർത്തുന്നത്. അതായത് യേശു കുരിശിൽ മരിക്കുന്നതിന് മുമ്പാ പറഞ്ഞേ, പക്ഷെ യേശു മരിക്കാത്തോണ്ട് മൽക്കീസദേക്കിന് പറയാൻ മേലെന്ന് പറഞ്ഞാ എങ്ങനെ ഒക്കുന്നേ? മൽക്കീസദേക്ക് എന്ത് പറയും? എന്റെ ശരീരമാണെന്ന് പറയുമോ? ഇതെന്റെ ശരീരമാണെന്ന് പറയാ? നിങ്ങളുടെ അച്ഛൻ പറയുന്നത് എന്നതാ? അച്ഛൻ മരിച്ചിട്ടാണ് ഇതെന്റെ ശരീരമാണെന്ന് പറയുന്നത്. അച്ഛൻ പറയും ഇതെന്റെ ശരീരമാണ്, അച്ഛനല്ല പറയുന്നത്. പിന്നെ ആരാ പറഞ്ഞു? കോട്ട് ചെയ്യാണ് അവിടെ. കോട്ട് തന്നെ പറയുന്നത്. അപ്പൊ യേശുവിനെ കോട്ട് ചെയ്തായിരിക്കും മൽക്കീസദേക്കും പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വേറൊരു ദിവസം ഇതിനെ കുറിച്ച് ആയിക്കോട്ടെ. ഒന്നുകൂടെ ഒന്ന് പോളിഷ് ചെയ്യുക. യുയാക്കിയും വേറൊരു ദിവസം ഒന്നുകൂടെ പോളിഷ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മൾ ശനിയാഴ്ച വരെ ഉണ്ട് ഈ പ്രോഗ്രാം. താല്പര്യമുള്ളവരൊക്കെ ഇൻവൈറ്റ് ചെയ്യാം. ശനിയാഴ്ച വരെ ഉണ്ട്. ഈ യൂട്യൂബിലൊക്കെ ഞങ്ങളെ കാണുന്നവരുടെയും അറിവിലേക്ക് വ്യാഴം, വെള്ളി, ശനി 3 ദിവസവും കൂടെ ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണി മുതൽ ഈ പ്രോഗ്രാം ഉണ്ടായിരിക്കും. നിങ്ങൾ പോരുക. ഇതൊന്ന് കുറച്ച് ക്ലാരിഫൈ ചെയ്ത് തരണം കേട്ടോ. ഈ പോയിന്റ് എനിക്ക് ഇതിനെ ചോദിക്കാനുള്ളൂ. ഈ പോയിന്റ് അതല്ലേ ഞാൻ ചോദിച്ചേ. ചോദ്യങ്ങൾ കൂടുതൽ ഷാർപ്പാട്ടെ, അപ്പൊ ഉത്തരങ്ങളും ഷാർപ്പാകും. നമുക്ക് അടുത്ത ദിവസം കാണാം. യുയാക്കിയും. ഓക്കെ, താങ്ക് യു.